നമസ്കാരം. കേരള കോൺഗ്രസ് പാണി ഗ്രൂപ്പിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നതായി ഇന്നലെ പത്രം വായിച്ചപ്പോൾ മനസ്സിലായി. അത് വായിച്ചപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. കാരണം രാവിലെ തുടങ്ങുന്ന കമ്മിറ്റി വൈകുന്നേരം വരെ തുടരുമെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായം പറയുവാനുണ്ട്. പാർട്ടിക്കാർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. ഇതെന്റെ മാത്രം ആവശ്യമല്ല, പാർട്ടിക്കാർ തന്നെ അന്യോന്യം പറയുന്നതാണ്. ചില കുടുംബങ്ങളിൽ കല്യാണം കഴിയുമ്പോൾ കൂട്ട അടിയാണ് നടക്കുന്നതെങ്കിലും എല്ലാം നന്നായി എന്ന് പറഞ്ഞ് പരസ്പരം സമാധാനിച്ച് പിരിയുന്ന ഒരു പതിവുണ്ട്. അതുപോലെയാകരുത്. കേരള കോൺഗ്രസിന്റെ നാളെ കഴിഞ്ഞ് നടക്കുന്ന വിചാരവേദി എന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത്. ഇവന്മാർക്ക് അടക്കം പറയാനല്ലാണ്ട് വാതുറന്ന് ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ഒന്നും അറിയില്ല. കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ അനുവദിച്ച് കിട്ടിയ സ്ഥാനമാനങ്ങളെല്ലാം യുവമാർക്ക് കിട്ടേണ്ടതാ. അതൊക്കെ വലിഞ്ഞു കയറി വന്നവന്മാരും വെയിറ്റിംഗ് ഷെഡിൽ നിന്നവന്മാരും റോഡരികിൽ മൂത്രമൊഴിച്ചുകൊണ്ട് നിന്നവന്മാരും പങ്കിട്ടെടുത്തപ്പോൾ യുവമാരുടെ നാവ് എവിടെ പോയി? ഇതിനെക്കുറിച്ചൊന്നും ഇനി പറയുന്നില്ല, കാരണം അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളായിപ്പോയി. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവരെ മുഖ്യ ശത്രുവായി കണ്ടു നടന്ന കേരള കോൺഗ്രസ്സുകാരെ ചുമക്കാനുള്ള യോഗം മാത്രമാണ് ഇപ്പോഴുള്ളത്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിറവത്ത് കഴിഞ്ഞ 2 പ്രാവശ്യമായി കെട്ടിയിറക്കി കൊണ്ടുവന്നവരാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസ്സുകാർക്കും മത്സരിക്കാനുള്ള കൊതിയില്ലേ? അവിടെ ഒരു പാർട്ടി പ്രവർത്തകൻ മത്സരിച്ച് എത്ര വോട്ടിന് തോറ്റാലും അതൊരു അഭിമാനം തന്നെയായിരുന്നു. ഇത് കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാനുള്ള പാർട്ടിയായി തരം താഴ്ന്നു. കേരള കോൺഗ്രസ് നാളിതുവരെ കാണാത്തത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തവരും വെള്ളം കോരിയവരും ദുഃഖിതരായി നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. പാർട്ടിക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ താക്കോൽക്കാരൻ നേതാവിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഗാന്ധിയോടുള്ള കൂറ് തന്നെയാണ് അതിലെ പ്രധാന നിബന്ധന. പിന്നെ അയാളോട് വേണം കാര്യങ്ങൾ ഉണർത്താൻ, അല്ലാതെ ചെയർമാനോട് സംസാരിച്ചിട്ട് മാത്രം പോരാ. പാർട്ടിക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് അവരെ കേൾക്കുക തന്നെയാണ്. പാർട്ടിക്കാരുടെ മുഴുവൻ വിഷമവും കേൾക്കണമെങ്കിൽ ഒരു ദിവസം പോരാ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ആദ്യം കേൾക്കേണ്ടത് പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരെയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലക്കാർ മാത്രമാണെന്ന നിലയിലേക്ക് ചുരുങ്ങിയെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. പാർട്ടിക്ക് എല്ലാ ജില്ലയിലുമുള്ള നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റുമാർ, ആകെ 14 വരെ ഉള്ളൂ. ഈ 14 പ്രസിഡന്റുമാരെ എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വിളിച്ച് വിശേഷം ചോദിക്കുവാനുള്ള മര്യാദ പാർട്ടി ചെയർമാനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഉണ്ട്. അത് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനിടയിൽ റോഷിയുടെ തലയിൽ തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ കെട്ടിവെച്ച് തടിയൂരാമെന്നാണ് മുന്നണി മാറ്റ ശസ്ത്രക്രിയയുമായി ഇറങ്ങിയവരുടെ ചിന്ത. മുന്നണി മാറുന്നതിന് കുഴപ്പമില്ല, എന്നാൽ അതിന് യുക്തമായ ഒരു രാഷ്ട്രീയ കാരണം വേണമെന്നാണ് റോഷി പറഞ്ഞിരുന്നത്. പാലായിൽ വെച്ച് തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി അപമാനിച്ചപ്പോൾ ഇറങ്ങിപ്പോരാൻ നല്ല സന്ദർഭമായിരുന്നു. അത് ഉപയോഗിച്ചില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റുകാർ കാലുവാരിയതും വീണ് കിട്ടിയ നല്ലൊരവസരമായിരുന്നു. അതും വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല. പിന്നെ ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞിറങ്ങിയാൽ ഇത് കണ്ടും കേട്ടും ഇരിക്കുന്ന ജനം അംഗീകരിച്ചു തന്നുവെന്ന് വരില്ല. അതിനൊരു കാരണം സൃഷ്ടിക്കണമായിരുന്നു. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണമായിരുന്നു. അല്ലാതെ റോഷിയുടെ മുതുകത്തേക്ക് കയറിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ച് അവിടെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പരദേശിയെ ഏർപ്പെടുത്തിയത് ആരാ? ആ പരദേശിയെ ഒന്ന് താക്കീത് ചെയ്യാൻ പോലും ഈ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. അത് പാർട്ടിയുടെ ബലഹീനത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പരദേശിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുള്ള ഒരു ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതിനിയെങ്കിലും കേരള കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം. സമയങ്ങളിൽ പാർട്ടി ചെയർമാൻ വാതുറന്ന് വർത്തമാനം പറയാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചുമതലയും കൂടി പാർട്ടി നേതൃത്വത്തിനുണ്ട്. ചെയർമാൻ മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത രീതി അവസാനിപ്പിക്കണം. കോട്ടയം കഴിഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും അധികം പ്രവർത്തകരുള്ള എറണാകുളം ജില്ലയിലെ അവസ്ഥ പരമദയനീയമാണ്. പിറവത്തും പെരുമ്പാവൂരുമുള്ള പാർട്ടിക്കാർ ഇനി എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. കാരണം ഇറക്കുമതി ചരക്കുകൾക്ക് മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിലെങ്കിലും
നിയോജക മണ്ഡലം കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമായിരുന്നു. അതായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത്. കോൺഗ്രസിൽ നിന്നുള്ള ദത്തുപുത്രന്മാരെയാണ് നിർത്തുന്നതെങ്കിൽ പോലും പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാണ് ആണെങ്കിലും കമ്മിറ്റികൾ കൂടണമായിരുന്നു. അത് പ്രവർത്തകരുടെ ഒരു അവകാശമാണ്. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമായിരുന്നു. ആ കമ്മിറ്റി തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പിരിയുമായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ഒരു കമ്മിറ്റിയിൽ പാർട്ടി ചെയർമാൻ അതിനുള്ള അനുവാദവും വാങ്ങി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങ് നടത്തി. ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഒരു 6 മാസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലവുമായി പരിചയപ്പെടാനും ഘടകകക്ഷി നേതാക്കളെ പരിചയപ്പെടുവാനും പ്രവർത്തനം ആരംഭിക്കുവാനും ഒക്കെ സാധിക്കുമായിരുന്നു. മറ്റു പാർട്ടികളിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച പരിപാടികളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ പാർട്ടിയിൽ നടത്തിയത്. അതുപോലെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയേട്ടൻ പാർട്ടി കേരള കോൺഗ്രസിനോട് കാണിച്ച നെറുകേട് അത് കാണാതെ പോകരുത്. 2021 ജോസ് കെ മാണി നിയമസഭയിൽ വരാതിരിക്കാൻ വേണ്ടി പണിയെടുത്തത് മുതിർന്ന നേതാവായിരുന്നു കോട്ടയത്തെ. ഇത്തവണ അതിന് നേതൃത്വം നൽകിയത് സാക്ഷാൽ പരമോന്നത നേതാവ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക വായിച്ച കൂട്ടത്തിൽ പാലായിൽ ജോസ് കെ മാണി എന്ന് പ്രഖ്യാപിച്ചത് ബോധപൂർവം തന്നെയായിരുന്നു. അതിനൊരു സംശയവും വേണ്ട. ജോസ് കെ മാണിയെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുവാൻ ഈ കൂട്ടർ തീരുമാനിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അത് അന്ന് തന്നെ ജോസ് കെ മാണിയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അറിഞ്ഞിട്ടും അതിൽ പോയി തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. ഏതായാലും കാര്യങ്ങൾ ഈ രീതിയിൽ പോയാൽ പോരാ എന്നാണ് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെയും അഭിപ്രായം. പാർട്ടിയിൽ ചർച്ചകൾക്ക് അവസരം കിട്ടിയാൽ മുഴുവൻ പേരും അത് തുറന്നു പറയാൻ തയ്യാറാകും. സ്വയം വിമർശനം പാർട്ടിയെ വളർത്തും. ഇതിനിടയിൽ ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലും വാലുവെക്കുമെന്ന് പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് പണ്ടേ പുറത്തുപോയ ചില ഞാഞ്ഞൂലുകൾ പത്രസമ്മേളനം വിളിച്ചു വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ കയറി കൂടാൻ സാധിക്കാതെ വന്നപ്പോൾ അന്ന് മുതൽ വിലാപഗാനം പാടുന്നവനാണ് ജോസ് കെ മാണിക്ക് ഇത്രയധികം ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്ത മറ്റൊരാൾ. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും